പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഈ രാവിലെ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഏതു മനുഷ്യനും കർമ്മനിരതനായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ ചൈതന്യവും ഊർജവും ഒക്കെ ചോർത്തിക്കളയുന്ന ഒരു തിന്മയാണ് മടി അല്ലെങ്കിൽ അലസത എന്ന് പറയുന്നത്. ഒരു വ്യക്തി അലസതയിലേക്ക് വഴുതി വീഴുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ചൈതന്യമില്ലാത്തതും അസംതൃപ്തി നിറഞ്ഞതും ആയിരിക്കും. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, അലസന്മാർ അല്ലെങ്കിൽ മടിയന്മാർ മാത്രമുള്ള ഒരു ഭവനത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എത്രമാത്രം ദയനീയമായിരിക്കും. ജീവിതത്തിൻ്റെ ഗുണനിലവാരം മുഴുവൻ അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സമയത്തും നേരത്തും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുമോ? വൃത്തിയും വെടിപ്പും ആ ഭവനത്തിലുണ്ടായിരിക്കുമോ? അടുക്കോടും ചിട്ടയോടും കൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ ആ ഭവനത്തിലുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? കയ്യിൽ കാശുണ്ടെങ്കിലും വൃത്തിയുള്ള ആഹാരം, വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷിക്കുവാൻ അലസതയുള്ള ഭവനങ്ങളിൽ ജീവിക്കുന്നവർക്ക് സാധ്യമേ അല്ല. മാത്രമല്ല, നീ അത് ചെയ്തില്ല എന്ന് പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് മടി പിടിച്ച ആളുകൾ ജീവിക്കുന്ന ഭവനങ്ങൾ സ്വാഭാവികമായിട്ട് എത്തിച്ചേരും. അതുകൊണ്ട് ദൈവവചനം ഈ കാര്യത്തിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ദൈവസഭയോട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് പൗലോസ് പറയുന്ന കാര്യം, നിങ്ങളിൽ ചിലർ, എല്ലാവരും അല്ല, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ, സ്വന്തം കാര്യം പോലും നോക്കാൻ മനസ്സില്ലാത്ത, എല്ലാറ്റിനും പരസഹായം തേടുന്ന, സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിലും അതെല്ലാം ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് വാശി പിടിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൊടുക്കണം. അത്രയ്ക്ക് മടിയന്മാരാണ് അങ്ങനെയുള്ള ആളുകൾ. അവർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു. ഇതാണ് മെനക്കെട്ട് നടക്കുന്നത് മൂലം, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മെനക്കെട്ട് നടക്കുന്നത് മൂലം സംഭവിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അവർ ഇടപെടും. പാപത്തിൻ്റെ മേൽ പാപം പെരുകും. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ശ്രദ്ധ ആ കാര്യത്തിൽ ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പരകാര്യം നോക്കാതെ, പരകാര്യം നോക്കി സ്വന്തം കാര്യം നോക്കാതെ ജീവിക്കുന്നവരോട് പൗലോസ് പറയുന്നു, നിങ്ങൾ സാവധാനത്തിൽ വേല ചെയ്യണം എന്നുള്ളത്. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ചില സഹോദരിമാരെ കുറിച്ചാണ്. അവർ വീട് തോറും നടന്ന് മെനക്കെടുവാൻ ശീലിക്കും. മെനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. അതിൻ്റെയൊക്കെ കാരണം മടിയാണ്, അലസതയാണ്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ ശക്തമായ നിലയിലാണ് പ്രബോധിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി
ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവനവൻ്റെ കാര്യം മറ്റുള്ളവർ ചെയ്തു തരണം എന്നുള്ളത് നാം വിട്ടുകളഞ്ഞിട്ട് സ്വന്തം കാര്യം ചെയ്യുന്നതിൽ ഒരഭിമാനം നിങ്ങൾക്കുണ്ടാകണം എന്ന് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. അടങ്ങിപ്പാർക്കണം, അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും, അത് സ്വാർത്ഥത നിറഞ്ഞതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അവരവർക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുക, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അനാവശ്യമായി കൈകടത്തലുകൾ നടത്താതിരിക്കുക, നമ്മെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം കർമ്മനിരതരായിരിക്കണം എന്നുള്ളതാണ്. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും നമുക്ക് ഉത്സാഹം വർദ്ധിച്ചു വരണം. ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി നാം കർത്താവിനെ സേവിക്കുവാൻ തീർച്ചയായും കടപ്പെട്ടവരാണ്. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരട്ടെ. സ്വർഗീയ പിതാവേ, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുവാനുള്ള ദൈവകൃപ, അധ്വാനിക്കുവാനുള്ള ദൈവകൃപ എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ പോയിടുന്നു ആശ്രയമാ